ഈ ലോകവും അതിലുള്ളതൊക്കെയും സാത്താൻ്റെ അധീനതയിലിരിക്കുന്നു. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരിക്കലും സാത്താൻ്റെ അധീനതയിലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതെ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മക്കളും അവകാശികളുമാക്കി തീർക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം തൻ്റെ അധികാരം പകർന്നിരിക്കുന്നു. ആ പകരപ്പെട്ടിരിക്കുന്ന അധികാരം നാം ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുമ്പോൾ, അതേ, നാം ഇവിടെ വായിച്ച പ്രകാരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാൻ അവൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതെ, ഉന്നതമെന്ന് തോന്നുന്നതും ശക്തിയുള്ളതെന്ന് തോന്നുന്നതും ബലമുള്ളതുമായ പലതും ഈ ലോകത്തിലുണ്ടെങ്കിലും അതിനൊന്നും നിൻ്റെ മേൽ ദോഷം വരുത്തുവാൻ കഴിയാതെ വണ്ണം തൻ്റെ തൂവലുകൾ കൊണ്ട് തൻ്റെ ഭക്തന്മാരെ അവൻ പരിപാലിക്കുന്നു. അതെ, അപ്രകാരം പരിപാലിക്കപ്പെടുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതെ സാത്താന്യ ശക്തികളെ ജയിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ നിറവിൽ ശക്തിയും അനുഗ്രഹങ്ങളും ഉള്ളവരായി നാം തീരേണ്ടിയിരിക്കുന്നു. പിശാചിൻ്റെ കൈകളിൽ അകപ്പെടാതിരിപ്പാൻ പാപത്തെ ശാസിക്കുകയും ശത്രുവിനെ ജയിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പിശാചിൻ്റെ കൈകളിൽ അകപ്പെടാതിരിപ്പാൻ നാം പോരാടി പ്രാർത്ഥിക്കുകയും ശത്രുവിൻ്റെ അധികാരങ്ങളെ നാം കീഴ്പ്പെടുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമുക്ക് വൻകാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പ്രാർത്ഥിപ്പാൻ നാം മറന്നു പോകരുത്. പലപ്പോഴും പ്രാർത്ഥിച്ച് ജയം പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം പ്രാർത്ഥനയിലുള്ള ദൗത്യത്തെ ശത്രു പലപ്പോഴും തടഞ്ഞു കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതെ, ഈ ദിവസങ്ങളിൽ പോരാടി പ്രാർത്ഥിച്ച് ശത്രുവിനെ ജയിപ്പാൻ തക്കവണ്ണമുള്ള ഒരധികാരം കർത്താവിങ്കിൽ നിന്ന് നാം പ്രാപിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അത് നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ശത്രു അവൻ്റെ പ്രാർത്ഥനകളെ തടഞ്ഞതായി കാണുവാൻ കഴിയുന്നു. എന്നാൽ ആദ്യ ദിവസം തന്നെ ദൈവം അതിന് മറുപടി അയച്ചു. ദാനിയേൽ 10-ന്റെ 12-13.